തൊടുപുഴ കൊലപാതക കേസിൽ രണ്ടാം പ്രതി ആഷിഖ് ജോൺസണെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. തൊടുപുഴ മുട്ടം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31 വരെയാണ് ആഷിഖിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ആഷിഖ് കാപ്പ കേസിൽ പ്രതിയായി വിയ്യൂർ ജയിലിൽ കഴിയുകയായിരുന്നു. ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, മറ്റു വിവരങ്ങൾ എങ്ങനെ? ആതിര, ഈ ആഷിഖിനെ ഈ ഗോഡൌണിനെ തൊടുപുഴ കലയന്താനിലുള്ള ഗോഡൌണിന് മുമ്പിൽ നിന്നാണ് കാപ്പ കേസിൽ എറണാകുളത്തുള്ള വിവിധ കേസുകളിൽ പ്രതിയായി കാപ്പ കേസിൽ പ്രതിയായതിനു ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ വിയ്യൂർ ജയിലിൽ ആഷിഖ് കഴിയുകയായിരുന്നു. അതുകൊണ്ട് പോലീസിന് ഇതുവരെ ആഷിഖിനെ ചോദ്യം ചെയ്യാനോ മറ്റ് തെളിവെടുപ്പ് നടത്താനോ സാധിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിയ്യൂർ ജയിലിൽ പോയി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ കോടതിയിൽ കൊടുത്ത് ഇന്ന് മുട്ടം കോടതിയിൽ, തൊടുപുഴ മുട്ടത്തുള്ള കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ ആഷിഖിനെ ഈ മാസം 31 വരെ, അതായത് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ കേസിൽ ഈ ബിജു ജോസഫിനെ ചവിട്ടി കൊലപ്പെടുത്തിയത് ആഷിഖാണ് എന്നുള്ളതാണ്, ഈ കൊട്ടേഷൻ സംഘാംഗമായ ആഷിഖാണ് എന്നുള്ളതാണ് മറ്റു പ്രതികളുടെ മൊഴി. അതനുസരിച്ച് ഇപ്പോൾ ആഷിഖിനെ കസ്റ്റഡിയിൽ കിട്ടിയ സാഹചര്യത്തിൽ ഒറ്റയ്ക്കും കൂട്ടായും പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ തെളിവെടുപ്പ്, ഈ വാഹനത്തിലേക്ക് ബിജു ജോസഫിനെ വലിച്ചു കയറ്റിയ സ്ഥലത്തും അതുപോലെ തന്നെ മൃതദേഹം മറവ് ചെയ്ത തൊടുപുഴ കലയന്താനിയിലുള്ള ഗോഡൌണിലുമെല്ലാം എത്തിച്ച് ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്യും, തെളിവെടുപ്പ് നടത്തും. അതാണ് പോലീസ് പ്ലാനിട്ടിരിക്കുന്നത്. ആതിര. ശരി, വ്യക്തമാണ്. ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.